മക്കളെ, അപ്പോൾ വെക്കേഷനായിട്ട് ആക്ടിവിറ്റീസ് മാത്രമേ മിസ്സ് പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ ഒരു സമയം കിട്ടുന്നില്ല, ഒന്നും തരുന്നില്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കൂടി ഉണ്ട്. അത് ഞാൻ എക്സ്ട്രാ പറയുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ റിലാക്സ് ചെയ്യാൻ കൂടി ടൈം എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതായത് ഫോണിൽ സ്ക്രോൾ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും എല്ലാം നല്ലോണം യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മൂവീസോ സീരീസോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം, പുറത്തു പോകാനാണോ, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനാണോ, അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ്ഡ് ആവുമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക. അത് ഇതിൻ്റെ കൂടെ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെക്കേഷനാണ്, നമുക്ക് റിലാക്സേഷൻ വേണ്ടേ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് സ്കിൽ ഡെവലപ്പ് ചെയ്യാന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ അധികം സമയമുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ ആ ഒരു റഷ് എന്നൊക്കെ നമ്മൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം സമയമുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണമെങ്കിലോ പുതിയ വാക്കുകൾ പഠിക്കണമെങ്കിലോ അതിനൊക്കെ ഒരു പറ്റിയ സമയമാണ്. ചിലവർക്കിപ്പം ഇംഗ്ലീഷൊക്കെ ഇല്ലെങ്കിൽ ഹിന്ദിയൊക്കെ കുറച്ച് മാർക്ക് കുറവ്, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് മലയാളമായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു ലാംഗ്വേജ്, ഇല്ലെങ്കിൽ ഓൾറെഡി കുറച്ചറിയാം, ഒന്നുകൂടി ബെറ്റർ ആക്കണം എന്ന് തോന്നുന്ന കുറച്ച് ലാംഗ്വേജസ് എന്ത് ചെയ്യുക, അത് പഠിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ കൊറിയൻ ഫാൻസ് ഒക്കെ ഉണ്ടാവും, കൊറിയൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക മക്കളെ, പുതിയ വാക്കുകൾ പഠിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിനാണെങ്കിലൊക്കെ നമുക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതല്ലാതെ അങ്ങനെ പുതിയ വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ബെറ്റർ ആവാൻ, പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കാനും ഒന്ന് കോൺഫിഡൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. അതേപോലെ ഇനി എഴുതാനാണ് കഴിവ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലർക്ക് കവിത എഴുതാനും കഥ എഴുതാനും ഒക്കെ നല്ല കഴിവുണ്ടാവും. അതൊക്കെ ഈ ഒരു തിരക്കിൽ പെട്ട് അത് ചെയ്യാതായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ റിലാക്സ് ചെയ്യേണ്ട കാര്യമൊന്നും മറന്നുകൊണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക.